മണിയാർ വൈദ്യുതി പദ്ധതി 30 വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകാനുള്ള സർക്കാർ തീരുമാനം വലിയ കൊള്ളയ്ക്ക് വേണ്ടിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. മുഖ്യമന്ത്രി അറിയാതെ കരാർ നടക്കില്ല. ഭരണത്തിന് അവസാനമായെന്ന് മനസ്സിലായപ്പോൾ തീവെട്ടിക്കൊള്ളയ്ക്കുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് വി.ഡി. സതീശൻ വയനാട്ടിൽ പറഞ്ഞു. മണിയാർ പദ്ധതി 30 വർഷത്തേക്ക് കാർബോറാൻഡം യൂണിവേഴ്സലിന് കൊടുത്തിരിക്കുകയായിരുന്നു. ഒരു വർഷം 18 കോടി രൂപ മുതൽ 20 കോടി രൂപ വരെ അവർക്ക് ലാഭം ഉണ്ടാകുന്നു. എഗ്രിമെന്റ് അനുസരിച്ചിട്ട് 30 കൊല്ലം കഴിയുമ്പോൾ ഇത് ബോർഡിന് തിരിച്ചു കൊടുക്കേണ്ടതാണ്. KCB തിരിച്ചു കൊടുക്കണ്ട. പക്ഷെ തിരിച്ചു കൊടുത്തില്ല എന്ന് മാത്രമല്ല 25 വർഷത്തേക്ക് കൂടി ആ കമ്പനിക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷമാണ്. നേരത്തെ തന്നെ 20 കോടി വെച്ച് 30 കൊല്ലത്തേക്ക് ഏകദേശം 500-നും 600-നും ഇടയിലുള്ള കോടി രൂപ അവർക്ക് കിട്ടിയതാണ്. അത് എഗ്രിമെന്റാണ്. ആയിക്കോട്ടെ, എഗ്രിമെന്റാണ്. എഗ്രിമെന്റ് കഴിഞ്ഞ് സർക്കാരിലേക്ക് തിരിച്ചേൽപ്പിക്കേണ്ട ഈ പ്രോജക്റ്റ് ഇപ്പൊ വൈദ്യുതി ബോർഡ് എത്ര വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ആയിരക്കണക്കിന് കോടി രൂപയുടെ കടമാണ്. കടം മാറ്റാൻ വേണ്ടിയിട്ട് വീണ്ടും വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ കൊള്ളയടിക്കുക വൈദ്യുതി ബോർഡ്. ആ അവസരത്തിൽ വൈദ്യുതി ബോർഡിന് അടുത്ത 25 വർഷം കൊണ്ട് എത്ര കോടി, 500 കോടി രൂപയുടെ ലാഭം ഇതിൻ്റെ അകത്തുനിന്നുണ്ടാവും. ഒരു ചർച്ചയും കൂടാതെ ഏകപക്ഷീയമായി ഇത് കൊടുത്തിരിക്കുന്നതിന്റെ പുറകിൽ ദുരൂഹതയുണ്ട്, അഴിമതിയുണ്ട്. അത് നിർത്തിവെച്ച് ഗൗരവതരമായ ചർച്ച നടത്തി അത് സർക്കാരിൽ തന്നെ, ബോർഡിന് തന്നെ, ദേവസ്വം ബോർഡ് തന്നെ, മണിയാർ പ്രോജക്റ്റ് LCT ബോർഡ്, വൈദ്യുതി ബോർഡ് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ചെയ്യണമെന്നാണ് ഞങ്ങൾ ശക്തിയായിട്ട് ആവശ്യപ്പെടുന്നത്. എന്താണ് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ കാര്യം? എല്ലാവരും ആവശ്യപ്പെട്ട വൈദ്യുതി ബോർഡിലെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം മുഴുവൻ പറഞ്ഞിട്ടും ഈ കമ്പനിക്ക് ഇത് 25 കൊല്ലത്തേക്ക് നീട്ടിക്കൊടുക്കാനുള്ള കാരണം ഇതിപ്പോ ടീകോം കമ്പനിയുടെ കാര്യം പറഞ്ഞ പോലെ ടീകോം ഇങ്ങോട്ട് നഷ്ടപരിഹാരം തരേണ്ടതിന് പകരം അങ്ങോട്ട് നഷ്ടപരിഹാരം കൊടുക്കാന്ന് പറയാം. എല്ലായിടത്തും കള്ളത്തരമാണ്. അവസാന സമയമായെന്ന് മനസ്സിലായപ്പോ കൊള്ള തുടങ്ങിയിരിക്കുകയാണ്. കൊള്ള അതാണ് ഇതിന്റെ ഭാഗം.